അങ്ങനെ നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം ഷുഐബ് അബി ത്വാലിബിലെ ഉപരോധത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നജ്റാനിൽപ്പെട്ട ഒരു കൂട്ടം നസ്രാനികളായ ആളുകൾ വരികയാണ്. ഏകദേശം അവർ 20ഓളം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ ഹബിഷയിൽ നിന്ന് കേട്ടറിഞ്ഞവരായിരുന്നു. നബി തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരെല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാന പ്രവാചകരെന്ന് അവർ കിതാബുകളിൽ പഠിച്ചത് ഉറപ്പിക്കുകയും തങ്ങളെ വിശ്വസിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അബൂജഹൽ അവരെ ആക്ഷേപിച്ചു പറഞ്ഞ സമയത്ത് മഹാന്മാരാകുന്ന ആളുകൾ സ്വഹാബികൾ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: ലന അമാലുന വലക്കും അമാലുക്കും, ഞങ്ങൾ ഞങ്ങളുടെ അമലുകളുമായി മുന്നേറുന്നു, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലിൻ, വിവരമില്ലാത്ത ആളുകളോട് ഞങ്ങൾ വർത്താനത്തിനില്ല എന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പിന്നീട് ഹിജറയുടെ 10-ാമത്തെ വർഷം റമദാൻ മാസം 12-ന്റെ അന്ന് മഹാനരാകുന്ന അബൂ ത്വാലിബ് എന്ന അവിടുത്തെ പിതൃ സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞു. ഇത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയേറെ വേദനയുണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസമേറ്റു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് തങ്ങളുടെ വയസ്സ് 49 വയസ്സും 6 മാസവുമായിരുന്നു. അങ്ങനെ ഇവരുടെ മരണം കാരണം നബി തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട മൂത്താപ്പയും മഹദിയാകുന്ന ബീവി ഖദീജയും ലോകത്തോട് വിട പറഞ്ഞ ആ വർഷത്തിനാണ് ആമുൽ ഹുസൻ, ദുഃഖവർഷമെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്.